അബൌട്ട് ഡൈസറ? പേടിക്കുമായിരിക്കും. പേടിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ കിടന്നുറങ്ങുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രണവ് സീൻ തൂക്കോ? ഞാനൊന്നും പറയില്ല. സൈലൻസ് സീനായിരിക്കും ചിലപ്പോൾ ഒരു ജംസ്കെയർ ഒക്കെ വർക്ക് ആവുക. എങ്ങനെയാണോ നമ്മൾ പുറത്ത് കാണുന്നത് അത് തന്നെയാണ് പ്രണവ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് തന്നെ പുള്ളി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് DSR ആയിട്ട് പണ്ട് മൊസാർട്ട് മുതൽ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു ഡെത്തിന് അല്ലെങ്കിൽ എന്തോ ഒരു ഡാർക്ക് സംഭവം ഉണ്ട് അതിനകത്ത്. ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണോ? എന്തൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ ഡാർക്കുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സ്റ്റുഡിയോ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യണം. ഞാൻ പ്ലേ ചെയ്ത് ബാക്കിലോട്ട് പോകും, പ്ലേ ആവും, തന്നെ ഓഫ് ആവും, തന്നെ പ്ലേ ആവും. ഇത് മറ്റേ ഇതൊന്നുമല്ല, ചിലപ്പോൾ ഗ്ലിച്ച് ആയിരിക്കാം. ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഓറയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിത് കിട്ടുമ്പോൾ ചില സമയത്ത് എന്താ ഇത്. ലാലേട്ടന്റെയും ഈ ഒരു തീമിലാണ് വരുന്നതെന്ന് എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാനും ഡീപ്പ് പറ്റില്ല, ഞാനില്ലല്ലോ പടത്തിൽ. നമ്മുടെ മലയാളി ഓഡിയൻസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംതിങ്, പുതിയ കാഴ്ചയായിരിക്കും. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു അടിപൊളി ട്രാക്ക് ഉണ്ട്. അടിപൊളി ഞാൻ പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു ട്രാക്ക് പറഞ്ഞു പോയോളൂ. ഇത്ര നാള് സസ്പെൻസ് പിന്നെ വിട്ടു. നമുക്കെന്നെ കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചതും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിവേൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ക്രിസ്റ്റോ സേവിയർ ആണ്. വെൽക്കം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ഡൈസറ അല്ലേ? പ്രണവ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ സീൻ തൂക്കോ? യെസ് ഓർ നോ? കണ്ടു നോക്കിയിട്ട് പറയേണ്ടി വരും. ഞാനൊന്നും പറയില്ല. ഒന്നും പറയില്ല, ഫുൾ സസ്പെൻസ് ആണ്. എന്നാലും പ്രിവ്യൂ ഒക്കെ കണ്ട സ്ഥിതിക്ക് കണ്ടവർ പറയട്ടെ, ഞാനായിട്ടൊന്നും പറയണില്ല. ബാക്കി ഓഡിയൻസ് പറയട്ടെ. ഈ ഹൊറർ മൂവീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സൈലൻസിനായിരിക്കും കൂടുതൽ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നത്, സൈലൻസിന്. അപ്പോൾ ഇതിൽ സൈലൻസിനെ ഒരു മ്യൂസിക്കായിട്ട് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഏത് പടമാണെങ്കിലും നമ്മൾ സൈലൻസ് ഇല്ലെങ്കിൽ മൊത്തം മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക്സ് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്തിനാണ് മ്യൂസിക് വരുന്നതിന് അർത്ഥം വേണമെങ്കിൽ സൈലൻസ് വേണം. ഉറപ്പായിട്ടും സൈലൻസ് ഉണ്ടാവും. ഈ സൈലൻസിനെ നമുക്ക് എങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻസ്ട്രുമെന്റ് ആയിട്ട് സൈലൻസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. സൈലൻസിന് ഒരു ഐഡിയ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയായിരിക്കും? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു സൈലൻസിന്നായിരിക്കും ചിലപ്പോൾ ഒരു ജംസ്കെയർ ഒക്കെ വർക്ക് ആവുക. അത്രേ ഉള്ളൂ. സൈലൻസ് വരുന്നു, സൈലൻസ് വന്നാലേ ജംസ്കെയർ ഉറപ്പായിട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ ഈ രാഹുൽ സദാശിവന്റെ മൂവീസൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് ഹൊറർ സാധനങ്ങളാണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാം ഒരു ഹൊറർ സംഭവങ്ങളാണ്. ബ്രഹ്മയുഗം ആണെങ്കിലും റെഡ് റെയിൻ ആണെങ്കിലും ഭൂതകാലം, ഇപ്പോൾ ഡൈസറ, എല്ലാം ഒരു ഹൊറർ സംഭവമാണ്. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ കണ്ടുവന്ന സിനിമകൾ എന്ന് പറയുമ്പോഴേക്ക് ഈ വെള്ള സാരി ഉടുത്ത് പ്രേതം വരിക, അതുപോലെ ജംസ്കെയേഴ്സ്, ഇങ്ങനെയാണ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പാറ്റേൺ ഒന്നും ഇല്ലാണ്ട് ഒരു പ്രേതത്തിനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ കാണിക്കാതെ പോലും നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജംസ്കെയേഴ്സ് ഒന്നും ഇല്ലതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആള് ഈ ഒരു മൂവീനെ പറഞ്ഞു തന്നത്? ഇതിന്റെ മ്യൂസിക് എങ്ങനെ വേണമെന്ന് ആ ഒരു ഐഡിയ എങ്ങനെയാണ് തന്നത്? സൗണ്ട് വൈസ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഉറപ്പായിട്ടും അതിന്റെ സട്ടിലിറ്റി കീപ്പ് ചെയ്യുക, വേണ്ട സ്ഥലങ്ങളിൽ ലൗഡ് ആവുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് ആളെങ്ങനെയാണ് കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡിലാണോ നമ്മളെ കൺവേ ചെയ്യുന്നത്, അതോ കുറച്ചുകൂടി ഇമോഷണൽ ആ രീതിയിലാണോ ആ ഒരു സ്റ്റോറി നമ്മളെ പറഞ്ഞത്? അതായത് ടെക്നിക്കൽ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വേണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്കിതാണ് വേണ്ടത്, അങ്ങനെ പറഞ്ഞു തരുമോ? ഇതാണ് സ്റ്റോറി, ഇതാണ് മൂഡ്, ആ ഒരു രീതി അങ്ങനെ പറയാം. ടെക്നിക്കലിൽ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയാറില്ല. എന്താണ് പുള്ളിക്ക് വേണ്ട മൂഡ് എന്ന് മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും DSR എന്ന ആ വാക്ക് ഡിമാൻഡ് ചെയ്യുന്ന നോട്ടാണ്. DSR നോട്ടുകളുണ്ട്. ഇപ്പോൾ ഇതാണ് DSR ആയിട്ട് പണ്ട് മൊസാർട്ട് മുതൽ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഡെത്തിനെ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കിനെ മെൻഷൻ ചെയ്യുന്ന ഒരു നോട്ടാണ്. ആ നോട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണിക്കണം. നമ്മുടെ മ്യൂസിക്കായിട്ട് മേ ബി അത്ര ഡീപ്പ് നോളജ് ഇല്ലാത്തവർക്ക് ഈ ഒരു സംഭവം ചിലപ്പം അത്ര മനസ്സിലായി വരില്ല. എന്താണ് ഇപ്പോൾ ഈ DSR ഇതിന് സ്പെഷ്യൽ, ഇപ്പം എനിക്ക് പോലും അത്രയ്ക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന് സ്പെഷ്യലായിട്ടൊരു ട്രഡീഷണൽ നോട്ട്സ് ഉണ്ടോ, കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ സംഭവം? കുറേ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കമ്പോസ് ചെയ്തൊരു മെലഡിയാണ്. അപ്പോൾ അതിലെ ഈ നോട്ടുകൾ വെച്ചിട്ട് പണ്ട് ഗോത്തിക് കൾച്ചറിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡെത്തിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഇമോഷൻസിനെ
കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോട്ടാണ്. അത് പിന്നെ പിന്നീട് ഓരോരോ പടങ്ങളിലും പല പല കമ്പോസേഴ്സും അതിൻ്റെ പല പല വേരിയേഷൻസ് ട്രൈ ചെയ്തു. അപ്പം ഞാനും എൻ്റെതായ വെർഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് കയ്യിലോട്ട് വന്നപ്പോഴാണോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാൻ പോയത്? അതോ നേരത്തെ ഒരു ഐഡിയ? നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി ഇത് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അതെ. അപ്പം മ്യൂസിക്കിന്റെ ഒരു വേറൊരു സൈഡിലോട്ട് പോകാൻ പറ്റിയോ ഈ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത്? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ നോട്ട് DSC എന്ന പേര് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടും ഈ നോട്ട് ആവശ്യമുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു വേറൊരു തലം ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെതായ രീതിയിൽ ഉള്ള സ്കോറുകളാണ്, അല്ലാതെ പുതിയ കുറച്ച് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക്കിന് സത്യം പറഞ്ഞാൽ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേഴ്സണലി ഒരു എഫക്റ്റ് തന്നിട്ടുള്ള മ്യൂസിക്സ് ഏതൊക്കെയായിരിക്കും? ഞാൻ ചെയ്ത വർക്കാണോ? ചെയ്തതോ അല്ലാത്തതോ ആയിട്ട് പറയാം. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ കൂടുതലും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയ വർക്ക്സ് ഉണ്ടോ? ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ചിലതിപ്പോൾ ഒരു ലവ് തീമൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഒരു വിരഹം നമുക്ക് മനസ്സിലാവുന്ന സംഭവമുണ്ട്. ചില നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തില്ല? അങ്ങനെ ഹോണ്ട് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പോൾ എസ്രയിലെ തമ്പീരാൻ ആക്ച്വലി ഭയങ്കര ഹോണ്ടിങ് ട്രാക്കായിരുന്നു ആ ടൈമിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ സമയം. ആ സമയത്ത് സുഷിഞ്ഞാൻ്റെ ആ ട്രാക്കിൽ ഭയങ്കര ഹൈ ആയിരുന്നു. എസ്രയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ ഇപ്പൊ മറ്റേ ഈ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഇത് പറയുവാണെങ്കിൽ എന്നതിന്റെ മൊയ്തീന്റെ തീം ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ആണോ? ഗോപിച്ചേട്ടൻ ചെയ്ത മെലഡി ഭയങ്കര, അത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീടെത്തിയാലും വേണേ പിറ്റേ ദിവസം വരെ ചിലപ്പോൾ നമ്മുടെ തലയിൽ അത് ഓടും. അപ്പൊ അത് അങ്ങനത്തെ ഉറപ്പായിട്ട് ഒരുപാട് മെലഡികൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സ്വന്തം വർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ? ഇതിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും തലേന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള? ബ്രഹ്മയുഗം പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മദർശിനി പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മദർശിനിയുടെ പറയുമ്പോഴത്തേക്ക് അതൊരു വേറൊരു സാധനം. നമുക്കാണെങ്കിലും എന്തോ സംതിങ് ഡിഫറെന്റ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്റ്റോയുടെ മ്യൂസിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സംതിങ് ഡിഫറെന്റ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രഹ്മയുഗയാണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും എല്ലാത്തിലും എന്തോ ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ട്. എങ്ങനെയാ ഇത് നടക്കുന്നത്? ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് ചെയ്യുന്നത് എന്റെ ഡ്രീം ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ച് ഇവിടെ എത്തിയിരിക്കണം. അപ്പോൾ എനിക്ക് ആ ഡ്രീമിൽ ജീവിക്കണ സമയത്ത് എനിക്കത് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് എൻ്റെതായ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം നോക്കുകയാണെങ്കിലും സൂക്ഷ്മദർശിനി നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഡെസറ നോക്കുകയാണെങ്കിലും എല്ലാം എന്തോ ഒരു ഡാർക്ക് സംഭവം ഉണ്ട് അതിനകത്ത്. ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണോ? എങ്ങനെയാണ് ഇത്തരം പ്രോജക്ട്സ് വന്നെത്തുന്നത്? ഡാർക്കിനോടൊരു ഇഷ്ടമുണ്ട്. എന്തൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഡാർക്കുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതെ. അത്ര സിമ്പിൾ ആൻസറിൽ അത് ഒതുക്കാൻ പറ്റുമോ? അത്രേ ഉള്ളോ അത് സത്യം പറഞ്ഞാൽ? ഡാർക്ക് സ്കോർ എനിക്കറിയില്ല. ഞാൻ കൂടുതലും ആ ഒരു അങ്ങനത്തെ കുറച്ച് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ അടിപ്പിക്കാനോ ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഇപ്പോൾ ഈ ബ്രഹ്മയുഗം ആണെങ്കിലും DSC ആണെങ്കിലും അതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി നമുക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള വഴികളിലൂടെ പോകാൻ പറ്റും. ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഈ ഡീസറയില് അതിൽ അങ്ങനെ ഈ കമ്പോസിങ് ടൈമിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ചില സമയത്ത് നമ്മൾ ഈ ട്രാക്കൊക്കെ എക്സ്പോർട്ട് അടിച്ച് ഇത് പ്ലേ ചെയ്ത് നോക്കും. അപ്പോൾ സ്റ്റുഡിയോ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യണം. ഞാൻ പ്ലേ ചെയ്ത് ബാക്കിലോട്ട് പോകും, പ്ലേ ആവും, തന്നെ ഓഫ് ആവും, തന്നെ പ്ലേ ആവും. ഇത് മറ്റേ ഇതൊന്നുമല്ല, ചിലപ്പോൾ ഗ്ലിച്ച് ആയിരിക്കാം. മനസ്സിലായോ? കമ്പ്യൂട്ടറിന്റെ ഗ്ലിച്ച് ആയി അത് ചിലപ്പോൾ ബാക്കി ആൾക്കാർ ഇത് ഫേസ് ചെയ്യണം. പക്ഷെ ഈ പടം വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഓറയിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് എനിക്ക് ഇത് കിട്ടുമ്പോൾ ചില സമയത്ത് എന്താ ഇത് ബാഡടിക്കൂല. അങ്ങനെ ഫണ്ണായിട്ട് ഫീൽ ചെയ്യും. അത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ? അതോ ബ്രഹ്മയുഗത്തിലുണ്ടായില്ല. എന്റെ മെഷീന്റെ പ്രശ്നമായിരിക്കും അത്, അല്ലെങ്കിൽ കീബോർഡിന്റെ എന്തെങ്കിലും ബഗ് ആയിരിക്കും. പക്ഷെ ഭയങ്കര രസമായിരുന്നത് ആ മൊമെന്റ്. എപ്പോഴെങ്കിലും ഒന്ന് പാനിക് ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ? ആ സമയത്ത് ഞാൻ ഇതെന്താ എന്നുള്ളൊരു അവസ്ഥ വന്നായിരുന്നു. ആരുടെങ്കിലും ഷെയർ ചെയ്തോ ഇങ്ങനെ സംഭവം ഉണ്ടായി? ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചേട്ടാ സൂക്ഷിക്കണം, തമാശയായിട്ട് വെറുതെ പറയാറ്. ശരിക്കും എപ്പോഴെങ്കിലും ഈ പറയുന്ന ഈ ഡാർക്ക് തീം മാത്രം ചെയ്യുമ്പോൾ ഇതിപ്പോ നമ്മളൊരു ഫണ്ണായിട്ട് പറഞ്ഞു പോയെങ്കിൽ പോലും ഒരു നെഗറ്റിവിറ്റി എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നെഗറ്റിവിറ്റി എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇത് ചെയ്യണ സമയത്ത് ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോയിന്റ് വരുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ഓഡിയൻസിന് അത് ഡിസ്റ്റർബിങ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് വരാറുണ്ട്. പക്ഷെ അറിയില്ല നമുക്ക്
നോക്കാം, ആൾക്കാരെന്താ പറയണെന്ന് അറിയട്ടെ. പ്രണവായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടറിനോട്ട്? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കുക, അല്ലാതെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, ക്യാരക്ടറിന് അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ആവശ്യം വരില്ല അല്ലേ ഈ മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ വിഷ്വല് കാണും, അതിനു മുമ്പ് കഥ കേൾക്കും, സ്ട്രക്ചർ അറിയാം, അതിലെന്താ വേണ്ടതെന്നുള്ളൊരു ധാരണ ഉറപ്പായിട്ടും കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആക്ടറോട് അങ്ങനെ ക്യാരക്ടർ പരിപാടി എന്താ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു റോ ഫൂട്ടേജസ് കണ്ട സമയത്ത്? എക്സൈറ്റഡ് ആയിരുന്നു, അത് രസമുണ്ടായിരുന്നു. പിന്നെ അറിയില്ല, ഞാൻ പല വേർഷൻ വർക്ക് ചെയ്ത് സൗണ്ട് ഇല്ലാതെ, മ്യൂസിക് വെച്ച്, മ്യൂസിക് ഇല്ലാതെ, ഫൈനൽ കട്ട്, ഫസ്റ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞാൽ പല പല വെർഷൻസ് ചെയ്ത് വന്നുകൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റ് ഇപ്പൊ കട്ടാണ്. എനിക്കറിയില്ല, അത് ഓഡിയൻസ് എന്താ പറയണത് നോക്കാം. ഇല്ല, ഇപ്പോൾ രാഹുൽ സദാശിവനായിട്ട് ബ്രഹ്മയുഗം വർക്ക് ചെയ്തു, ഉടനെ തന്നെ നെക്സ്റ്റ് മൂവി വന്നപ്പോഴും കോൾ ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അടിപൊളിയാണ്. രാഹുലേട്ടൻ, എന്നെ സംബന്ധിച്ച് രാഹുലേട്ടൻ എൻ്റെ അടുത്ത് എത്ര ഓപ്പൺ ആയിട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് രാഹുലേട്ടൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ചില പോയിന്റുകളിൽ രാഹുലേട്ടൻ പറയും ക്രിസ്റ്റോ ഇതല്ല വേണ്ട. ഇപ്പോൾ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട് DSCRL. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഞാനൊരു 5-6 വേർഷൻസ് ചെയ്തിട്ടാണ് ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇതല്ല എന്ന് പറയുമ്പോഴും എനിക്ക് ചെയ്യാനുള്ള മനസ്സിപ്പുറത്ത് ഞാൻ കാണിച്ചാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ അതും വർക്കൗട്ടാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്തിനാ പുള്ളി പറയണമെന്നുള്ളതും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു നല്ലൊരു റാപ്പാണ് ഉറപ്പായിട്ടും. ഇപ്പോൾ പ്രണവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പ്രണവിൻ്റെ എല്ലാ വർക്ക്സും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ആളെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പം മീഡിയയ്ക്കാണെങ്കിലും ഒന്നും അധികം പിടിതരാത്ത ആളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കാണും ആളോട്. ശരിക്കും ആസ് എ പേഴ്സൺ ഒരുമിച്ച് നിങ്ങൾ ഒരു മൂവി വർക്ക് ചെയ്ത സമയത്ത് എങ്ങനെയാണോ നമ്മൾ പുറത്ത് കാണുന്നത് അത് തന്നെയാണ് പ്രണവ്. അല്ലാതെ പുള്ളി വേറെ ഒന്നുമില്ല, അത് തന്നെ പുള്ളി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ക്യാരക്ടർ ഈ ഒരു മൂവി ചെയ്ത സമയത്ത് ആളുടെ ഒരു ക്യാരക്ടർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്സിൽ വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ ഇപ്പോൾ ക്രിസ്റ്റോയ്ക്ക് അത് ഇപ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെന്റ്, അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഭയങ്കര എല്ലാ പടവും ചെയ്യുന്ന പോലെ തന്നെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ലൈക്ക് കുറെ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ, ആൻഡ് കുറച്ചുകൂടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഈ ട്രെയിലറും ടീസറിലൊക്കെ കണ്ട ഇതൊക്കെ തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് ഞാൻ കൂടുതൽ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. മറ്റേ കാണാത്തവരുണ്ടാവുമല്ലോ, അവര് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇനിയും ഹൊറർ തീംസ് തന്നെയാണോ കൂടുതൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്? എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം? ഉറപ്പായിട്ടും. ഇപ്പൊ സൂക്ഷ്മദർശിനി ആക്ച്വലി ഹൊറർ അല്ലല്ലോ. സൂക്ഷ്മദർശിനി എൻ്റയർലി ഡിഫറെന്റ് ജോണർ, ഒരു ഡാർക്ക് സംഭവം ഉണ്ട്. അല്ല, സൂക്ഷ്മദർശിനി ഡാർക്ക് ആവുന്ന സെക്കൻഡ് ഹാഫിന്റെ ഒരു പോയിന്റ് ആവുമ്പോൾ മാത്രമാണ്. അതിന് മുമ്പ് ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ അവരുടെ നെയ്ബർഹുഡ് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണേലും, പ്രിയയുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും, ബേസിലിന്റെ ക്യാരക്ടർ ആണെങ്കിലും നമ്മളൊരു കാർട്ടൂൺ, ടോം ആൻഡ് ജെറി, ഹാരി പോട്ടറിഷ് സ്വഭാവത്തിലൊക്കെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഹൊറർ അല്ല, എന്തായാലും എൻ്റർലി വേറെ, മ്യൂസിക്കലി എൻ്റർലി വേറൊരു ജോണറിലാണ് സൂക്ഷ്മദർശിനിയുടെ സ്പേസ് ഇരിക്കുന്നത്. നമ്മുടെ ഡേയ്സ്ര വരുന്ന സമയത്ത് ഇപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് കാണാനായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ഹൊററിൻ്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇതുവരെ കണ്ട മൂവീസ്, നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് അറിയോ, എനിക്ക് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് ഓക്കെ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഇത് എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ലത്. ഞാൻ പല വെർഷൻസ് കണ്ട് പലതരത്തിൽ വർക്ക് ചെയ്ത് പല മ്യൂസിക് മാറ്റി വീണ്ടും റീവർക്ക് ചെയ്തൊക്കെ നമ്മൾ അത്രയും കണ്ട് എക്സോസ്റ്റഡ് ആണ് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോൾ നോക്കാം എന്താവുമെന്ന്. ഇത് വർക്കാവേണ്ടതാണ് ഉറപ്പായിട്ടും, നോക്കാം. അല്ല, കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അമിത പ്രതീക്ഷ കൊടുക്കണ്ട ആ രീതി, അതുകൊണ്ടാണോ അങ്ങനെ പറയാത്തത്? എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ സമയത്ത് എനിക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. കാരണം ചെയ്യുന്ന സമയത്ത് ഇപ്പോ മ്യൂസിക്കൽ വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആരും ട്രൈ ചെയ്യാത്ത തോന്നിവാസങ്ങളാണ് ഞാൻ ബ്രഹ്മയുഗത്തിൽ ചെയ്തത്. അതുപോലെ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, മീറ്റ് ചെയ്യുന്നൊന്നും അറിയില്ല, പക്ഷെ നോക്കാം, കണ്ടറിയാം. ഇപ്പൊ ബ്രഹ്മയുഗം ആ ഒരു ടൈമിലാണെങ്കിലും അതിനകത്തില് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളങ്ങനെ കാണുന്നില്ല. എല്ലാം ഡിഫറെൻറ്റ് സംഭവങ്ങളായിരുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടർ ആണെങ്കിലും മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലൊരു ഹ്യൂജ് പാർട്ട് വഹിക്കുന്നതും ഈ ഒരു
മ്യൂസിക്കിനും വലിയൊരു ഘടകമുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു? അത് എനിക്ക് മമ്മൂക്കയുടെ ഇൻട്രോ ആണെങ്കിലും ഈവൻ ക്ലൈമാക്സിലോട്ട് എത്തുന്ന പോയിന്റുകളൊക്കെ ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മ്യൂസിക് പോലെ ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നായിരുന്നു. പക്ഷെ നമുക്ക് ഇത് മറ്റേ ഹിറ്റാവോ അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് വർക്കാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ചില വിയേർഡ് പടങ്ങളൊക്കെ വർക്കാവാറുണ്ട്. അപ്പോൾ ബാക്കി ആൾക്കാർക്ക്, അത് കോമൺ ഓഡിയൻസിന് അത് കൊമേഴ്ഷ്യലി അതെങ്ങനെയാണ് ഹിറ്റാവുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. അത് എല്ലാ പടത്തിലും ഉണ്ട് എനിക്ക്. അതെ, ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ചില വിയേർഡ് സിനിമകളൊക്കെ വർക്കാകും. അങ്ങനെ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് വർക്ക്ഔട്ട് ആയ ഒരു മൂവി ഏതായിരിക്കും? അങ്ങനെ ഒരു പടം, കുറെ പടങ്ങളുണ്ട്. അങ്ങനെ ഒരു പടം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഹൊറർ മിക്ക ഹൊറർ പടങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ സിനിമ കാണലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. പക്ഷെ എൻ്റെ ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പടങ്ങൾ കാണാം. ഇപ്പോൾ ഈ സ്കെയറി മൂവീസ് പോലത്തെ ഉള്ള ഡാർക്ക് ആയിരിക്കും, പക്ഷെ ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള പടങ്ങൾ വരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അതിൻ്റെതായ രീതിയിൽ. അങ്ങനെ ഒരു പടം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമായിരിക്കാം. അങ്ങനെ പെട്ടെന്ന് ഒരെണ്ണം മനസ്സിലോട്ടൊന്നും വരുന്നില്ലായിരിക്കും അല്ലേ? എനിക്കറിയില്ല. നോസ്ഫെറാട്ടു എന്ന് പറഞ്ഞ പടം ഞാൻ എടുത്തതാണ്. എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഇത് കണ്ടിരിക്കാനായിട്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ഇത് പകുതി വെച്ച് നിർത്തും, പക്ഷെ ഞാനത് ഫുള്ളിരുന്ന് കണ്ടിട്ട് ഞാൻ എന്ത് പണ്ടാരം അവർ ചെയ്തു വെച്ചേക്കണെന്നുള്ളതിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന സംഭവമൊക്കെ മുഴുവനായിട്ട് ഇരുന്ന് കാണാനുള്ള ഒരു ഗട്സ് ഉണ്ടല്ലേ ഒരു സംഭവം? ഇല്ല, ചില സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. പേടിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ കിടന്നുറങ്ങുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പേടി ഉറപ്പായിട്ടും, ഞാൻ മനുഷ്യനല്ലേ. അങ്ങനെ പേടിച്ചിട്ട് സ്വന്തം മ്യൂസിക് കേട്ടിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് കേട്ടില്ല, അത് ഈ പറഞ്ഞ പോലെ ആ മൊമെന്റിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ട്രാക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇത് പോസ് ആവുന്നു, തന്നെ പ്ലേ ആവുന്നു എന്നൊക്കെ വരുമ്പോൾ ഉള്ളൊരു പേടിയാണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ബഗ്ഗാണ്, ഉറപ്പായിട്ടും ഒരു ബഗ്ഗാണ്. ഞാൻ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവറിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നിലും വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസം ഉണ്ട് ഉറപ്പായിട്ടും. ദൈവം ഉണ്ടല്ലോ. ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി ആണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ക്രിട്ടിക്സ് ആരായിരിക്കും? ക്രിട്ടിക്സ് ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മയൊക്കെ കണ്ട സമയത്ത് അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അടിപൊളി വർക്കായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ചില ഇത് കേൾക്കുമ്പോൾ അവർക്ക് വർക്കാവാത്ത സാധനങ്ങളാണെങ്കിൽ അവരത് പറയുകയും ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനെ എപ്പോഴും ഞാൻ ഓരോ ട്രാക്ക് റിലീസ് ആവണതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഞാൻ ഫൈനൽ ഇതൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കേൾപ്പിക്കും എന്താണ് അവരുടെ റെസ്പോൺസ്. അപ്പോൾ മിക്കപ്പോഴും വർക്കാവാറുണ്ട്. അപ്പോൾ ചില സമയത്ത് അവർ പറയും അപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല. ഏതെങ്കിലും ഇതേപോലെ ഒരു മേജർ വർക്കിൽ ഇതുപോലെ ഫ്രണ്ട്സോ ഫാമിലി പറഞ്ഞ ഒരു കുഞ്ഞ് തിരുത്ത് വരുത്തിയിട്ട് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വർക്ക് അങ്ങനെ ആ ഒരു ചേഞ്ച്ഡ് വർക്ക് ആയിട്ടുള്ള അങ്ങനെ വന്നിട്ടില്ല. എല്ലാം തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ സംബന്ധിച്ച് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കേൾപ്പിക്കുന്ന വേർഷനൊക്കെ ചിലപ്പോൾ ഫൈനലിലോട്ട് എത്തുന്നതിന് മുമ്പായിരിക്കും. അപ്പൊ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇത് ഫൈനലിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാവുമെന്ന്. ചിലപ്പോൾ ഇവരെന്തെങ്കിലും സജഷൻ പറഞ്ഞാലും ഞാനത് കേൾക്കും. അതിന് ആവശ്യമുള്ളതാണെങ്കിൽ അത് വർക്ക് ചെയ്ത് വിടാറുണ്ട്. പക്ഷെ എനിക്കറിയാം എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് ഉള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെ, നമ്മുടെ ഡൈസറിലോട്ട് വരികയാണെങ്കിൽ അതിൽ നമ്മൾ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? ഹൊറർ ആയിരിക്കൂലേ? ഹൊറർ പിന്നെ പ്രണവ് മോഹൻലാൽ ഉള്ളൊരു ഫാക്ടറാണ്. പിന്നെ രാഹുൽ സദാശിവൻ, അതൊക്കെ തന്നെ ആയിരിക്കും അട്രാക്ട്. എന്താ കാണാൻ DSR കാണാൻ ആഗ്രഹം എന്താണെന്നുള്ളത്? പിന്നെ ആ ഒരു തീം, ഒരു കളർ തീമും മൊത്തത്തിൽ ആ ഒരു ഡാർക്ക് തീം എനിക്ക് പേഴ്സണലി ടെക്നിക്കലി എല്ലാവരും തന്നെ നല്ലോണം എഫേർട്ട് ഇട്ട് പണിയെടുത്തേക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മികു ആണെങ്കിലും DOP ഷഹനാദ് ഖാ, ആർട്ട് ഡയറക്ടർ ജ്യോതിഷേട്ടൻ, നമ്മുടെ കോസ്റ്റ്യൂം LV, സൗണ്ട് ഡിസൈനർ ജയദേവേട്ടൻ, മിക്സിംഗ് എഞ്ചിനീയർ രാജേട്ടൻ, രാഹുലേട്ടൻ്റെ ADs, ഇവരെല്ലാവരും എല്ലാ ടീമും ഭയങ്കരമായിട്ട് അവരുടെ മാക്സിമം ഇട്ട് ചെയ്തേക്കുന്ന പടം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് ടൈം തരാറുണ്ട്. ഞാൻ എപ്പോഴും പടം ചെയ്യണതിന് മുമ്പ് ടൈം ചോദിക്കും, എനിക്ക് ടൈം വേണം, അല്ലെങ്കിൽ ഞാൻ പൊതുവെ പടങ്ങൾ പിടിക്കാറില്ല. സമയം എടുത്ത് ഞാൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ എനിക്ക്
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച സ്വപ്നത്തിലോട്ട് എത്തിയിട്ട് തട്ടിക്കൂട്ടി ഒരു സാധനം ഇറക്കി വിടാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണോ ഈ മൂവീസ് ചെയ്യുമ്പോഴും കുറച്ച് ഗ്യാപ്പുകൾ? അതെ അതെ, ഞാൻ കുറച്ച് സൂക്ഷിച്ചാണ് എനിക്ക് സെലക്ട് ചെയ്യുന്നത്. സമയം വേണം. ഇപ്പൊ ഈ പടത്തിൽ നിന്ന് ഇനിയിപ്പോ അടുത്ത പ്രോജക്റ്റിലോട്ട് കയറാനായിട്ട് ഞാൻ കുറച്ച് നാൾ ഇപ്പൊ ബ്രേക്ക് എടുത്തിരിക്കും. വർക്ക് ചെയ്യണില്ല, വെറുതെ ട്രാവൽ ചെയ്യും, ഗെയിം കളിക്കും, ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യും, അങ്ങനെയാണ് ഇപ്പൊ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വർക്കിലോട്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അപ്പോഴും ഈ DS ഇറയുടെ ഈ രാഗത്തിന്റെ അകത്തൊക്കെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കുറച്ച് ബ്രേക്ക് എടുത്ത് അടുത്ത പടം ചെയ്യുമ്പോഴും സമയമെടുത്ത് ഓരോ സീക്വൻസും സമയമെടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഡൈസറിലോട്ട് വരികയാണെങ്കിൽ എങ്ങനെ, എത്ര മന്ത്സ് എടുത്തു, അല്ലെങ്കിൽ എത്ര ടൈം എടുത്തു? അറൗണ്ട് 3 to 4 months ആയിട്ടുണ്ട് പണി നടക്കാൻ തുടങ്ങി. അത്രയും. അപ്പൊ ആ ഒരു പീസ്ഫുൾ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആരും ഇന്ററപ്റ്റ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണല്ലേ രാഹുലേട്ടൻ? ഒരു കാണാൻ വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് വിളിച്ചാൽ ഞാൻ പറയും കുറച്ചുകൂടെ പണിയുണ്ടെന്നായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ആക്കിയിട്ടാണ് രാഹുലേട്ടൻ വന്ന് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും ട്വീക്കിംഗ് പരിപാടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ പിടിക്കുക. ഇതില് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഇപ്പോൾ ഈ ഒരു ഡൈസറേക്കകത്തിൽ ഓഡിയൻസിനോട് എനിക്ക് അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് ലൈവായിട്ട് കാണണം, അങ്ങനെ ഏറ്റവും കൂടുതൽ ഏതൊരു പോർഷൻ വരുമ്പോഴേ ഏറ്റവും എക്സൈറ്റഡ്? അപ്പോൾ നമുക്ക് സീനൊന്നും പറയാൻ പറ്റൂല, ബട്ട് സ്റ്റിൽ ആ ഒരു പോർഷൻ വരുമ്പോൾ അത് വെയിറ്റിംഗ് ആയിട്ടുള്ളത് കാണുമല്ലോ, അവരുടെ ഓഡിയൻസ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അതെന്തായിരിക്കും? അതെ അതെ അതെ. ഓ, അങ്ങനെ ഞാനൊന്നും പറയില്ല. ഡീസറിനെ പറ്റി ഒന്നും വിട്ടു പറയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഞാൻ ഒന്നും പറയാതെ എക്സ്പീരിയൻസ് ചെയ്താലെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവുക. എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ. ശരിക്കും ഈ ഒരു ഡാർക്ക് തീം ഇതൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒന്ന് സമാധാനമായിട്ട് കിടക്കാൻ നേരം ഏതൊരു കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാം, ഞാൻ മാക്സിമം സൈലൻസ് പിടിക്കാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ ചെവി അടിച്ചു. വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്ന് മാക്സിമം കാറിൽ പോകുമ്പോൾ പോലും ഞാൻ മ്യൂസിക് ഒന്നും വെക്കൂല. വയ്യ അത് പിന്നെ കേൾക്കാനായിട്ട് ഒന്നും ഞാൻ കേട്ടില്ല. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ട്രാക്ക് എക്സ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്തു, ഓക്കെ ഇതൊന്ന് വണ്ടിയിൽ കേട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ച് കേൾക്കും. അല്ലാതെ വേറെ ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും കേൾക്കാം എന്ന് വിചാരിക്കുന്ന പോയിന്റുകൾ വളരെ കുറവാണ് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആവുന്ന ടൈമിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്താലേ ഉള്ളൂ. ഇപ്പൊ ഡൈസറയിലോട്ട് ക്രിസ്റ്റോനെ അട്രാക്ട് ചെയ്യിപ്പിച്ച, ഓക്കെ ഇപ്പം രാഹുൽ സദാശിവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ബോണ്ട് ഇതെല്ലാം മാറ്റി വെച്ചാലും മെയിൻലി അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും? ടീം, എൻ്റയർ ടീം സെയിം ടീമാണ്. പ്രമേകം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം ഭയങ്കര വലുതാണ്. അപ്പൊ ഫ്രീഡം ഉറപ്പായിട്ടും എനിക്ക് ഫ്രീഡം വേണം എനിക്ക്. അപ്പൊ ഫ്രീഡം ഉറപ്പായിട്ടും ഇതിൽ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തത്. പിന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്. നമ്മൾ ഡൈസറയുടെ, എനിക്കറിയാം ഒന്നും വിട്ടു പറയില്ലെന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്. ഡൈസറയുടെ ഇത് നോക്കുകയാണെങ്കിൽ പ്രണവിൻ്റെ ഒക്കെ ഇൻസ്റ്റഗ്രാം DP കാണുമ്പോഴത്തേക്ക് ഒരു റെഡ് കളർ തീം ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറേ പേരിങ്ങനെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ്റെയും ഈ ഒരു തീമിലാണ് വരുന്നതെന്ന്. എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി, ഇതൊന്നും അറിയില്ല സീരിയസ്ലി. ഒന്നും വിട്ടു പറയില്ല. എനിക്കൊന്നും അറിയില്ല. ഞാനും DP മാറ്റിയല്ലോ, ഞാനില്ലല്ലോ പടത്തില്. ഞാനും DP മാറ്റിയല്ലോ, എനിക്കറിയില്ല. DP ഇത് തന്നെ ഈ ഒരു തീമില് തന്നെ എന്തായാലും പ്ലാൻ ചെയ്താണോ എല്ലാവരും ഒരേ ഒരു തീമില്? അത് നമുക്ക് അതൊരു മാർക്കറ്റിംഗ് പരിപാടി ആയിരിക്കാം. ഇപ്പം ഒരുപാട് മൂവീസിൽ ഈ പറഞ്ഞ പോലെ BGM കാര്യങ്ങളൊക്കെ കുറേ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വൈഡായിട്ട് ഇങ്ങനെ ഇത് അടിപൊളിയാണ് അങ്ങനെ പറയുന്നതുണ്ട്. എന്നാൽ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുണ്ടായിട്ട് പോലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ, എന്നുവെച്ചാൽ ആ ഒരു പ്രതീക്ഷിച്ച അത്ര ഇമ്പാക്റ്റ് കിട്ടാതെ പോയ ഒരു BGM എന്തെങ്കിലും ഉണ്ടോ എല്ലാ പടങ്ങളിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ? എനിക്ക് മദനോത്സവം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മദനോത്സവം ഒരു ഫ്രഷ് സൗണ്ടിങ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷെ അത് ആൾക്കാർ ഇനിയും എപ്പോഴേലൊക്കെ ആൾക്കാർ കേൾക്കും എന്നറിയാം. പക്ഷെ സ്റ്റിൽ റൈറ്റ് നൗ അണ്ടർ റേറ്റഡ് ആണ്. ഈ ഹൊറർ സിനിമകൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൊറർ സിനിമകൾ ഒരു പാറ്റേൺ ഉണ്ട്. രാഹുൽ സദാശിവൻ്റെ മൂവീസ് എല്ലാം അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണെന്ന്. ഇപ്പോൾ ഈ ഭൂതകാലം വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ചർച്ചയുണ്ടായിരുന്നു. അത് ഒരു ഹൊറർ പാറ്റേണിൽ നിന്ന് കുറേ കൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു പ്രത്യേകിച്ച് ഒരു ജംപ് സ്കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ മറ്റേ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുത്തിയ ഒരു സംഭവമാണെന്ന്. അതേപോലെ തന്നെ ആ ഒരു പാറ്റേൺ, അങ്ങനെ ഒരു നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഡൈസറയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും രാഹുലേട്ടൻ ഓരോ പടം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സിനിമയായിരിക്കും, ഉറപ്പായിട്ടൊരു പുതിയ
കാഴ്ചയായിരിക്കും. നമ്മുടെ മലയാളി ഓഡിയൻസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംതിങ് ആയിരിക്കാം, ഉറപ്പായിട്ടും ആയിരിക്കും. ഇത് മഴയൊക്കെ വരുന്ന ആയിരിക്കാം, അല്ലായിരിക്കാം, ഒന്നും വിട്ട് ഞാൻ പറയത്തില്ല എന്നുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്തതല്ലേ. എന്തെങ്കിലും ഒരു കുഞ്ഞൊരു ഇതെങ്കിലും നമുക്ക് പറയാം, അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്റ്റാറ്റസ് അടിക്കാനെങ്കിലും. പുതിയ കാഴ്ചയായിരിക്കും. എപ്പോഴും ഇങ്ങനെയാണ്, ഒറ്റ ഇതിൽ തന്നെ നിർത്തും. രസമല്ലേ? അല്ലാതെ കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സീനാകും. അതുകൊണ്ടാണ് എന്തൊക്കെയോ സംതിങ് ഉണ്ട്, കണ്ണുകളിൽ നിന്ന് കാണാൻ പറ്റും എന്തോ സംതിങ് ബിഗ് ഉണ്ടെന്ന്. ട്രെയിലറും ടീസറും ട്രാക്കൊക്കെ കേട്ട പോലത്തെ സാധനം തന്നെ. ഒരു അടിപൊളി ട്രാക്ക് ഉണ്ട്. അടിപൊളി ഞാൻ പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു ട്രാക്ക് എന്നാലും പറഞ്ഞു പോയോളൂ. ഇത്ര നാള് തന്നെ സസ്പെൻസ് പിന്നെ വിട്ടു പറഞ്ഞു. അല്ല, ഇത് ഇറങ്ങി ഡേഫ്രാത്ത് ഉണ്ട്. അതെ, പറഞ്ഞത് നല്ലൊരു ട്രാക്ക് ഉണ്ട്. അതെ, ഇലക്ട്രോണിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഇലക്ട്രോണിക് ഹൊറർ ട്രാക്ക് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ട്രാക്കും നമുക്ക് ഡിഫറെന്റ് ഫീൽ കിട്ടുന്ന സംഭവങ്ങളാണോ? ഒന്നിനൊന്നും ബന്ധമില്ലാത്ത സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമല്ലോ. സിനിമയായിട്ട് വേണം, അതെ, സിനിമയായിട്ട് ബന്ധം വേണം. എന്നാലും ഒന്നൊന്നിനെ നമുക്ക് കറക്റ്റായിട്ട് ഇത് അതാണ്, അങ്ങനെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോന്ന്. സൗണ്ടിങ് എൻറ്റയർലി ഭ്രമയുഗം പോലെ അല്ല ഞാൻ ട്രീറ്റ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ ഇലക്ട്രോണിക് മീൻസ് പ്രോപ്പർ മറ്റേ സൈക്കഡലിക് ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ മറ്റേ EDM ഇലക്ട്രോണിക്കോ അല്ല, അത് മോഡുലാറിഷ്, കുറച്ച് അനലോഗ് സിന്തിഷ് കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ മമ്മൂക്ക ഡയറക്റ്റായിട്ട് ഈ ഫുൾ ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം എന്തായിരുന്നു പറഞ്ഞത് മ്യൂസിക് തീമിനെ കുറിച്ചിട്ട്? നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ഞാൻ ടർബോൻ്റെ ലൊക്കേഷനിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടർബോ ചെയ്യുന്നതിന് മുൻപ്, ഞാൻ ടർബോയിലോട്ട് ഇന്നാവണതിന് മുൻപ് പ്രമേകമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കനെ കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചതും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ആ ട്രാക്ക് പടം കണ്ട് സർപ്രൈസ് ആയില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു മൊമെന്റ്. എക്സൈറ്റ്മെന്റും ഒരു പേടിയും എല്ലാം കൂടെ മിക്സഡ് ഇമോഷൻ ആയിരുന്നു മമ്മൂക്കയുടെ ഒരു റെസ്പോൺസ് കേൾക്കാനായിട്ട്. എങ്ങനെയായിരുന്നു ഒരു ഇമോഷൻ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ക്രിസ്റ്റോയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ? അല്ല, ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. കാരണം മമ്മൂക്കനെ പോലൊരു ലെജൻഡ് നമ്മളെ നോട്ടീസ് ചെയ്യാ, ഇങ്ങോട്ട് പറയുന്നൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. മമ്മൂക്കയുടെ അടുത്ത് പോയിരുന്നു ഞാൻ കുറെ നേരം സംസാരിച്ച് മ്യൂസിക്കിനെ പറ്റി എങ്ങനെയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കുറെ സംസാരിച്ചത്. നമ്മളിപ്പോൾ ഒരു മൂവി ഇൻഡസ്ട്രി ഇപ്പം മ്യൂസിക് ചെയ്യുന്നു, ഒരു ഗോഡ് ഫാദറിന്റെ ആവശ്യമുണ്ടോ നമുക്കിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട്? വേണ്ട, ഞാൻ ഗോഡ് ഫാദർ ഒന്നും ഇല്ലാണ്ട് വന്നതാണല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അസിസ്റ്റ് ചെയ്യണം, ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്ന് വെച്ചു. ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ ഞാൻ ഉണ്ടാക്കിയ മ്യൂസിക്കൊക്കെ വെച്ച് ട്രൈ ചെയ്തു, കേൾപ്പിച്ചു. അങ്ങനെ പണിക്ക് കയറി, അവിടെ നിന്ന് പണി പഠിച്ചു. അങ്ങനെ പറ്റും, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഈ ഒരു ഡാർക്ക് സംഭവങ്ങൾ അല്ലെങ്കിൽ ഹൊറർ സംഭവങ്ങൾ എല്ലാം കുറേ ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവി ചെയ്യണം എന്നാണ് മൈൻഡിൽ? ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോഴേ വെയിറ്റിംഗ് ആണോ ഒരു കൈൻഡ് ഓഫ് സബ്ജക്ട്? കൊമേഴ്ഷ്യൽ സ്റ്റൈലും പടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും. അതർ ലാംഗ്വേജ് പിടിക്കും. ഞാൻ ഒരു തമിഴ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതർ ലാംഗ്വേജ് നല്ല പരിപാടികളാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ ഇന്ന ജോണർ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കൊന്നുമില്ല. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഫീൽ തോന്നിയിട്ടുണ്ടോ? ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, അവരുടെ ഒരു മൂവീസ് കണ്ടിട്ട് അങ്ങനത്തെ? കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. കുറച്ച് ആൾക്കാർ ഉറപ്പായിട്ടും അടിപൊളി ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പേരൊന്നും ഞാൻ പറയാനില്ല. ഈ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, മ്യൂസിക് ഫോർ മീ ഈസ് നോട്ട് ജസ്റ്റ് സൗണ്ട്, ഇറ്റ് ഈസ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എൻ്റെ ഹോബി ആയിരിക്കാം. ഹോബി ചെറുപ്പം മുതലേ ഉള്ള ഒരു ഹോബി തന്നെയാണ്. ഇപ്പം നമ്മൾ ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിക്കാലം മുതലൊക്കെ ചെയ്തു വരുന്നൊരു സംഭവമായിരിക്കും. ഓക്കെ, എനി ഏജിൽ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ഹോബി തുടങ്ങിയത് എത്ര നാൾ മുതലാണ്? 10ൽ പഠിക്കുമ്പോഴായിരിക്കും ഞാൻ കമ്പോസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഞാനിങ്ങനെ പാട്ടുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പം എനിക്കറിയില്ല, ഇതിന് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ മറ്റേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വേണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയാസ് തിങ്ക് ചെയ്ത് അത് ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കമ്പോസർ ആവാം.
അങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പിന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു. ഞാൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല, മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ അങ്ങനെ. ഞാൻ RLV കോളേജിൽ BA മ്യൂസിക് ചെയ്യുമായിരുന്നു കുറച്ചാൾ. 3 വർഷത്തെ കോഴ്സായിരുന്നു, കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് മുമ്പ് ചാടി കടന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ നോക്കി മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുക എന്നുള്ള ഒരു ജേർണി ഈസി ആയിരുന്നോ? ഇല്ല, അങ്ങനെ മറ്റേ നമ്മുടെ ഒറ്റയ്ക്ക് സാധനം വരുന്ന പരിപാടിയല്ലല്ലോ. അതെ, വരില്ലല്ലോ. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവെന്നൊക്കെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? പ്രഷറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പല ആൾക്കാരും പറയും മറ്റേ ജീവിക്കണ്ടേ, കാശ് വേണ്ടേ, ഇങ്ങനെ നടന്ന പരിപാടി നടക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് മറ്റേ ഏജ് പ്രശ്നം, മറ്റേ പ്രായമായി എന്താ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യും പരിപാടികളും. മദനോത്സവത്തിൻ്റെ ഡയറക്ടറെ ഞാൻ സുഷിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നതിനൊക്കെ മുൻപ് ഞാൻ ഈ പടത്തിൻ്റെ എൻക്രെഡിറ്റ്സ് നോക്കിയിട്ട് ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് സെർച്ച് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ സുധീഷ് ചേട്ടനെ പോയി മീറ്റ് ചെയ്തതാണ് മദനോത്സവത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം. എന്നിട്ട് സുധീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് പടമൊക്കെ ചെയ്യണതിന് മുമ്പ് എൻ്റെ ഓരോ ട്രാക്കുകൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ട്രാക്കുകൾ ഉണ്ടാക്കി ഇതൊക്കെ പുള്ളിനെ കൊണ്ട് കേൾപ്പിക്കും. അങ്ങനെ മദനോത്സവത്തിൻ്റെ ടൈമായപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ സുഷിൻ ചേട്ടൻ്റെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ പുള്ളി വിളിച്ചു. ഫൈനലി അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആയി. അതെ, അങ്ങനെയായിരുന്നു ആ ഒരു പാത്ത്. അപ്പോൾ എന്തായാലും ഡൈസറെ കുറിച്ച് ഒന്നും പറയത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫോർ ഓഡിയൻസ് അബൌട്ട് ഡൈസറ? പേടിക്കുമായിരിക്കും. ഞാൻ പേടിച്ചിട്ടില്ല, പക്ഷേ ഓഡിയൻസ് ഞാൻ എങ്ങനെ പേടിക്കാനാ? ഞാൻ പേടിപ്പിക്കാൻ ശ്രമിക്കണല്ലേ. പേടിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് പേടിക്കില്ല. അല്ല, ചെയ്യുമ്പോൾ നമ്മൾക്ക് ഞാൻ എനിക്ക് പേടി വരാനായിട്ടുള്ള മാക്സിമം ട്രൈ ചെയ്ത് നോക്കാന്നല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട്. അതെ. അപ്പൊ എന്തായാലും ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പേടിച്ചില്ലെങ്കിൽ എന്റെ തെറി പറയരുത്. ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പേടിക്കാൻ. അതെ, താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.